ഹായ് എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലവ്സ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. ഇതിനെ ഗുജറാത്തിയിൽ തേപ്ല എന്നും പറയും. നമുക്ക് നാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആട്ട 240 ml ഒരു കപ്പാണ് ഞാൻ 3 കപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ റെഡ് ചില്ലി പൗഡർ മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ വൈറ്റ് എള്ള് ഇല്ലേ വെള്ള കളറുള്ളത് അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടോ. പിന്നെ അജ്വൈൻ അരിമോദകം അതുണ്ടല്ലോ, അതതിൻ്റെ പൊടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അക്ക മുഴുവനോടെയുള്ളത് ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. പിന്നെ കസൂരി മേത്തി, അത് നമ്മുടെ മേത്തി ഉണക്കിയിട്ടുള്ളതാണ്, അത് നമുക്ക് മേടിക്കാൻ കിട്ടും, അത് 2 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് 1 ടേബിൾ സ്പൂൺ, പിന്നെ തൈര് 2 ടേബിൾ സ്പൂൺ, ഓയിൽ ഒരു 3 ടീസ്പൂൺ, പിന്നെ വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാം കൂടി ആട്ട 250 ml 3 ഗ്ലൗസ് എടുത്ത് അത് മുഴുവൻ ഇടുക. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, ഗരം മസാലയുടെ പൊടി, പിന്നെ ജീരകപ്പൊടി, പിന്നെ അജുവൈൻ്റെ കുറച്ച് പൊടി, അരിമോദകം കേട്ടോ, പിന്നെ എള്ള്, പിന്നെ കസൂരി മേത്തി, തൈര്, പിന്നെ നമുക്ക് ഓയിലിട്ട് കൊടുക്കാം. ഇതാദ്യം നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എല്ലാം ഇട്ടോളൂ കേട്ടോ. ജീരകം കുറച്ച് ജീരകം വേണമെങ്കിൽ ഇടാം. എല്ലാം നന്നായിട്ടിട്ട് കുഴയ്ക്കുക. നല്ല പോലെ കുഴയ്ക്കണം, വെള്ളം അധികമാവാൻ പാടില്ല കേട്ടോ. കുറേശ്ശെ എല്ലാം കൂടുതലായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി തിരുമ്പി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി പുരട്ടി കുറച്ച് നേരം ഒരു അരമണിക്കൂർ, ഒരു മുക്കാൽ മണിക്കൂർ നന്നായി ഒരു തുണി, ഒരു നല്ല വൈറ്റ് തുണി കൊണ്ടോ അല്ലെങ്കിൽ വല്ല പാത്രം കൊണ്ടോ ഒക്കെ കമത്തി മൂടി വയ്ക്കാം. എണ്ണ പുരട്ടി വെക്കണത് എന്താണെന്ന് വെച്ചെങ്കിൽ അത് ഉണങ്ങാണ്ടിരിക്കാനാണ്. പിന്നെ എന്തിനാ അരമണിക്കൂർ വെക്കണമെന്ന് വെച്ചെങ്കിൽ അതിനുള്ളിലുള്ള മസാലകൾ നമ്മൾ ചേർത്തതുണ്ടല്ലോ, അത് മുഴുവൻ അതിലൊന്ന് കുറച്ച് നേരം പിടിക്കാനാണ്. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ശരിക്കും ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ എടുക്കുക. ചെറിയ ഉരുളകളാക്കി വയ്ക്കുക. ഇത് നമുക്ക് നല്ലതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തൈരിൻ്റെ കൂടെയും അച്ചാറിൻ്റെ കൂടെയും പിന്നെ ടൊമാറ്റോ, അതായത് തക്കാളി ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പുറത്ത് പോകുമ്പോൾ കഴിക്കാൻ നല്ല രസമാണിത് കഴിക്കാനായിട്ട്. കുറച്ചൊരു എണ്ണ തൂക്കിയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു തവ വയ്ക്കാം. ഇത് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കണമല്ലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ എന്തിൽ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം കേട്ടോ.
പരത്തി വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു റൂമാൽ വെച്ചോ ചൂട് നന്നായിട്ടുണ്ടെങ്കിൽ ഒരു റൂമാൽ വെച്ചിട്ടൊക്കെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് അത് നീക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് എല്ലാ സൈഡും നന്നായി വേവും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് നന്നായി എണ്ണയൊക്കെ പുരട്ടി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. കുറച്ചധികം എണ്ണ പുരട്ടേണ്ടി വരും. നന്നായി എണ്ണയിലാണ് ഇത് ശരിക്കും കുഴയ്ക്കുക. പക്ഷേ പിന്നെ നമുക്ക് അധികം എണ്ണ ചെല്ലാൻ പാടില്ല ലോകത്ത്. അതുകൊണ്ട് ഞാൻ അധികം എണ്ണ പുരട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അധികം കൊളസ്ട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം എണ്ണ പുരട്ടാം കേട്ടോ. എണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് അധികം നമുക്ക് 2 ദിവസം ട്രെയിനിലിരിക്കണമെങ്കിലൊക്കെ നമുക്കത് കേടാവാണ്ട് സൂക്ഷിക്കാം. നമുക്ക് 2 ദിവസം ട്രെയിനിലിരിക്കണമെങ്കിൽ നമുക്കത് ടിഫിൻ വാങ്ങാണ്ട് രാവിലത്തെ നാസ്തി ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.